ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. പൊതിച്ചോറ് ഫാൻസ് ഉണ്ടോ? നല്ല വാഴയില വാട്ടി നല്ല ചൂട് ചോറും ചീരത്തോരനും മുട്ട പൊരിച്ചതും ബീൻസ് മെഴുക്ക് പുരട്ടിയും മീൻ പൊരിച്ചത്, നല്ല മാങ്ങാച്ചാറ്, നല്ല കുറുക്കി വറ്റിച്ച ചെമ്മീൻ കറി, നല്ല മാങ്ങാ ചമ്മന്തിയും ഇതെല്ലാം കൂടെ നന്നായി പൊതിഞ്ഞ് കെട്ടി ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് അങ്ങ് തുറക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ മണവും ടേസ്റ്റും എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. പൊതുവെ പൊതിച്ചോറിലൊഴിക്കുന്ന കറികൾ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് ഒഴുകിയൊരു സുഖം ഉണ്ടാവില്ല. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിക്കാവേ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കൊഞ്ച് കറി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ. ഇതിനായി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും, കുഞ്ഞുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്, തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയെടുത്ത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കണം. ഇനി ഒരു പാനിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി കുക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് കടുകും ഉലുവയും ഒക്കെ പൊട്ടിച്ച് കുറച്ച് കായമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്ത ശേഷം പുളിവെള്ളം കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ കഴുകി വെച്ച ചെമ്മീനും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊടികളും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അരപ്പും കൂടെ ചേർത്ത് പാകത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. നന്നായി കുറുകി വരുമ്പോൾ അവസാനം കുറച്ച് പച്ചമുളക് കീറിയതും കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മളെ ചോറ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഫിഷ് നന്നായി 2 സൈഡും ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് ലെമണൊക്കെ പിഴിഞ്ഞ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൊതിച്ചോറിന് വേണ്ടി ഞാൻ വേറെ ഉണ്ടാക്കിയത് ചീരത്തോരനാണ്. ഞാൻ ഇവിടെ എൻ്റെ ബാൽക്കണിയിൽ തന്നെ കൃഷി ചെയ്തതാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, കാണാത്തവർ കാണണേ. ചീര നന്നായി ചെറുതായി അരിഞ്ഞ ശേഷം അതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് തേങ്ങ ചിരകിയതും ഇട്ട് നന്നായി കുഴച്ച് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും വറുത്ത് അതിലേക്ക് ഇതിട്ട് കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ചെടുത്ത് നല്ല അടിപൊളി ചീരത്തോരൻ റെഡിയാണ്. ഇനി നമുക്കൊരു കിടിലൻ മാങ്ങ ചമ്മന്തി ആക്കിയാലോ. അതിനായി ഒരു ജാറെടുത്ത് മാങ്ങ ചെറുതായി അരിഞ്ഞതിട്ട് ഒരു 4-5 ചെറിയുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് അത് ചെറുതായി ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഒരു മുട്ട ഓംലേറ്റും മാങ്ങാപ്പിക്കളും ബീൻസ് മെഴുക്ക് പുരട്ടിയും കൂടെ ഉണ്ടാക്കിയാൽ നമ്മൾ പൊതിച്ചോറിന് വേണ്ട ഐറ്റംസ് ഒക്കെ റെഡി. പൊതിച്ചോറ് നമുക്കൊരു ഭക്ഷണം മാത്രമല്ല അല്ലേ, ഒരുപാട് ഓർമ്മകളാണ്. വാഴയില തുറക്കുമ്പോൾ കിട്ടുന്ന ആ മണം, ഓരോ കറിയുടെയും രുചി, അതിനോടൊപ്പം ചേർന്ന സ്നേഹം. കാലം എത്രയൊക്കെ കഴിഞ്ഞാലും പൊതിച്ചോറിൻ്റെ രുചിയും ഓർമ്മകളും ഒന്ന് മനസ്സിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ബാല്യത്തിൻ്റെ, അതൊക്കെയാണ് പൊതിച്ചോറ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.